നടപടിയെടുക്കേണ്ട എക്സൈസ് ഉദ്യോഗസ്ഥർ ലഹരിമരുന്ന് കേസിലെ പ്രതികളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിരിക്കുകയാണ്. വയനാട് മുത്തങ്ങ ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. എക്സൈസ് ചെക്ക് പോസ്റ്റ് കടന്നെത്തിയ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിടിയിലായതിനു പിന്നാലെയാണ് യുവാക്കൾ ആരോപണം ഉന്നയിച്ചത്. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വകുപ്പ് തല അന്വേഷണം തുടങ്ങി. 2 ദിവസം മുൻപാണ് കർണാടകയിൽ നിന്നും കാറിൽ വരികയായിരുന്ന മുനീർ, മുഹമ്മദ് ഷഹീർ എന്നിവരെ കഞ്ചാവ് ബീഡിയുമായി മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പോലീസ് പിടികൂടിയത്. മുത്തങ്ങയിലെ തന്നെ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് കടന്നായിരുന്നു യുവാക്കൾ എത്തിയത്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി കടത്തിവിട്ടതാണെന്ന ആരോപണം പ്രതികൾ ഉന്നയിച്ചത്. ബാംഗ്ലൂരുവിൽ നിന്നും യുവാക്കൾ MDMA ഉപയോഗിക്കുന്ന ഗ്ലാസ് ട്യൂബ് വാങ്ങിയിരുന്നു. ഇത് എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടി. എന്നാൽ കേസിൽ പെടാതിരിക്കണമെങ്കിൽ 10,000 രൂപ നൽകണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി യുവാക്കൾ ആരോപിച്ചു. ഒടുവിൽ 8,000 രൂപ നൽകിയെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. അതേസമയം ലഹരിക്കെതിരെ കർശന നടപടി വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഴികയ്ക്ക് 40 തവണ പറയുമ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എക്സൈസ് വകുപ്പിനെ മുഴുവൻ നാണം കെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിനെതിരെ ഉയരുന്ന ആവശ്യം.